നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 3യും എയും ബിയും സിയും എ പിയിലാണ് പറയുന്നത്. ഇങ്ങനെ ആകുമ്പോൾ 3 ഫസ്റ്റത്തെ ടേം, പിന്നെ നമുക്ക് പറയാൻ പറ്റും 3 + d എന്ന് പറയാൻ പറ്റും. എ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ 3 + 2d എന്ന് പറയാൻ പറ്റും. 3 + 3d എന്ന് പറയാൻ പറ്റും. സീന ഓക്കെ, ഇങ്ങനെ പറഞ്ഞൂടെ പറയാം. ഇനി ഇവരെല്ലാം എന്താണ് ജി പിയിലാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ 3 ഫസ്റ്റത്തെ ടേം ജി പി ഇടത്, പിന്നെ a - 1 എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു? 3 + d ആണ്. അതിനെ തുറന്നം കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 2 + d. പിന്നെ എന്താ ഇട്ടാ b + 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ബി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഇട്ടാ? ദാറ്റ് ഈസ് 4 + 2d. പിന്നെ ഇത് എത്ര ഇട്ടാൽ അതൊക്കെ ഓരോ ജി പിയുടെ ടേംസ്. gp1, gp2, gp3, 3 + 3d. അതിനകത്ത് നിന്ന് 9 എണ്ണം കൂട്ടാം. എത്ര കിട്ടും? 12 + 3d. ഇനി ജി പി ആണെങ്കിൽ നമുക്കറിയുന്ന പരിപാടി എന്തെന്നാ, ഇപ്പോൾ ഈ ടേംസ് ആണെങ്കിൽ മിഡിൽ ടേമിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 3 + d ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 3 × 3 + 2d. ഇപ്പോൾ ഒന്ന് സ്ക്വയർ ചെയ്ത് ദാറ്റ് ഈസ് 9 + 6d + d സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 + 6d. റൈറ്റ്, ഇങ്ങനെയല്ല വേണ്ടത്. ഇതായിരുന്നു ജി പി, അല്ലാണ്ട് മുകളിലത്തത് എ പി ആയിരുന്നു. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഇതായിരുന്നു ജി പി. അപ്പോൾ 2 + d ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 4 + 4d + d സ്ക്വയർ ഈസ് ഈക്വൽ ടു 12 + 6d. റൈറ്റ്, ബാക്കി ഇനി എന്ത് ചെയ്യാം? d - 4 d + 2 = 0. d ഒന്നെങ്കിൽ 4 ആവാം, അല്ലെങ്കിൽ d ഒന്നെങ്കിൽ -2 ആവാം. പക്ഷേ d -2 ആവാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ d - 2 എന്ന് വിചാരിച്ചോ, ഇവിടെ -2 പ്ലസ് അല്ല -2 d -2 ആണെങ്കിൽ -2 + -2 എന്ന് വെച്ചാൽ 0. പക്ഷേ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇത് ജി പിയിലാണ്. ജി പിയിൽ ഒരു പ്രത്യേകം വെച്ചാൽ ഒരു ടേം ഉണ്ടാകാൻ പാടില്ല, 0 ആവാൻ പാടില്ല എന്ന കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ആകെ കിട്ടിയ കോമൺ ഡിഫറൻസ് d = 4 ആണ്. ഇനി എന്താ എ ബി സിയുടെ വാല്യൂ കണ്ടെത്താൻ വളരെ സിമ്പിളാണ്. a + b + c / 11 ചെയ്യാനും, അല്ലെങ്കിൽ അതിൻ്റെ അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ a + b + c / 3. അത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം എ ബി സി എനിക്ക് കിട്ടാൻ എന്താ ഇവിടെ ഡിയുടെ വാല്യൂ കൊടുക്കുക, ഡിയുടെ വാല്യൂ കൊടുക്കുക, ഡിയുടെ വാല്യൂ കൊടുക്കുക കിട്ടി. അടുത്ത ദിവസം എന്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + b². ഓക്കെ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 0 ആണ്. ഓക്കെ, ഡെൽറ്റ ഈസ് ഈക്വൽ ടു b² - 4ac ആൻഡ് a + b ഇവന്മാർ ജി പിയിലാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നടുക്കത്തെ ടേമിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് α² + β² ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് α⁴ + β⁴ + 2α² പ്ലസ് അല്ല β² ദാറ്റ് ഈസ് ഈക്വൽ ടു ബാക്കി രണ്ടുപേരും മൾട്ടിപ്ലിക്കേഷൻ a + α + β × α + β × α³ + β³ that is equal to α⁴ plus β⁴ plus 2α² β² is equal to ഓപ്പൺ ചെയ്യും. ഇതിന് കട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ? α⁴ കട്ടായി, α⁴ കട്ടായി, β⁴ കട്ടായി, β⁴ കട്ടായി. ഓൾറൈറ്റ്, ബാക്കിയുള്ള സാധനങ്ങൾ ലെഫ്റ്റിലോട്ടുണ്ട്. ദാറ്റ് ഈസ് 2α² β² മൈനസ് α β³ മൈനസ് α³ ബീറ്റ. എന്തെങ്കിലും കോമൺ ഉണ്ടോ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോമൺ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. എന്താ α β ഇടക്കിടക്ക് കാണുന്നുണ്ട്. സോ α β കോമൺ എടുക്കാം. പിന്നെന്താ 2α β മൈനസ് β² അല്ലേ, β² മൈനസ് α² ഇസ് ഈക്വൽ ടു 0. ഇവിടുന്ന് ഒരു മൈനസ് കോമൺ എടുത്താൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 പോകും. അപ്പം α β ഇസ് ഈക്വൽ ടു α² പ്ലസ് β² മൈനസ് 2α β ഇസ് ഈക്വൽ ടു 0. എന്നിട്ട് എന്ത് ചെയ്യാം? α β ഇൻറ്റു α പ്ലസ് ബീറ്റ അല്ല, പ്ലസ് ആണോ? അല്ല, മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ നമ്മുടെ ഐഡൻറ്റിറ്റി എത്തിയിട്ടുണ്ട്. ഓക്കെ, α ബീറ്റ നമുക്ക് ക്വാഡ്രാറ്റിക് α ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് c/a ഇൻറ്റു α മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വാഡ്രാറ്റിക്കിൻ്റെ രണ്ട് റൂട്ട്സിൻ്റെ -a² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിസ്ക്രിമിനേറ്റ് ഡിവൈഡ് ബൈ a² ദാറ്റ് ഈസ് ഡെൽറ്റ ഡിവൈഡ് ബൈ a² ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് a പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് c ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0. c ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0 ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ദാറ്റ് ഈസ് ആൻസർ. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 റൂട്ട്സ് ഓഫ് ബൈ ക്വാഡ്രാറ്റിക് x⁴ അവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ -32 വരും. ഏതല്ല രണ്ട് റൂട്ട്സിൻ്റെ. അപ്പോൾ ഇയാൾക്ക് ഇപ്പം ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട്. ഗാമ ഇങ്ങനെ എഴുതാം. ഡെൽറ്റ ഉണ്ട്. ഇപ്പം 4 റൂട്ട്സ് ഉണ്ട്. രണ്ട് റൂട്ട്സുകൾക്ക് ആൽഫ ബീറ്റ അവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ -32 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ ഇവരുടെ 4 റൂട്ട്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് അല്ല, എന്താണ് c/a എന്നല്ല, ദാറ്റ് ഈസ് -184 ഡിവൈഡ് ബൈ a1. ഓക്കെ, ദാറ്റ് മീൻസ് വി കുഡ് സേ ദാറ്റ് ആൽഫ ബീറ്റ ഇൻറ്റു ഗാമ ഇൻറ്റു ഡെൽറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു
1984. Alpha beta value given ആണ് -32 is equal to gamma delta -1984 minus cancel and all gamma into delta that is equal to 1984 divided by 32 is equal to 62. ഓക്കെ, ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത്ര ഇൻഫോർമേഷൻ കിട്ടി. ഇത് ആൽഫ ബീറ്റയുടെ വാല്യൂ, ഐ മീൻ ഇയാളുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, ആൽഫ ബീറ്റയുടെ വാല്യൂ അറിയാം. ഒരു കളി കളിക്കാൻ പോകുന്നു. ഞാൻ ഇതിനൊന്ന് ഫാക്ടറൈസ് ഫോമിൽ എഴുതാൻ പോണേ. ഇതിനാ x⁴ മൈനസ് ഈ പറഞ്ഞ ഇക്വേഷൻ ആദ്യം എഴുതും. ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? എക്സ് മൈനസ് ഫസ്റ്റത്തെ ആൽഫ എക്സ് മൈനസ് ബീറ്റ. ഫാക്ടറൈസ് ഫോമിൽ നമുക്ക് ഓട്ടോ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എക്സ് മൈനസ് ഗാമ എക്സ് മൈനസ് ഡെൽറ്റ, റൈറ്റ്? ഈ രണ്ടാളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം എന്താ, നമുക്ക് ആൽഫ ബീറ്റയുടെ വാല്യൂ അറിയാം. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ അറിഞ്ഞുകൂടാ. അതേപോലെ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ, നമുക്ക് എന്താണ് ഡെൽറ്റ പ്ലസ് ഗാമയുടെ വാല്യൂ അറിയാം. അപ്പം എന്തുകൊണ്ടാണെന്ന് നോക്കിക്കോ. നമുക്ക് ഇനി കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് വളരെ സിമ്പിളായിട്ട് കെയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ്. സോ x² മൈനസ് എക്സ് കോമൺ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ ബീറ്റയുടെ വാല്യൂ എത്ര ആയിരുന്നു? -32 എന്ന് പറയുന്നത്. സോ -32 കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ -32 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇവ രണ്ടാൾ മൾട്ടിപ്ലൈ ദാറ്റ് ഈസ് x² മൈനസ് എക്സ് കോമൺ ആൽഫ ഗാമൻ്റെ വാല്യൂ എത്ര ആയിരുന്നു? കണ്ടെത്തിയുള്ളൂ, ഇപ്പം കണ്ടെത്തിയുള്ളൂ. എത്രയായിരുന്നു? 62. 62. ഓക്കെ, അല്ല ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ആൽഫ പ്ലസ് ഇവിടെ ഗാമ പ്ലസ് ഡെൽറ്റയാണ്, പിന്നെയുള്ളതാണ് +62. ഓക്കെ, ഇത് കറക്റ്റാണ്. ഇനി എന്ത് ചെയ്യുക? കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുക. അപ്പോൾ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കോഎഫിഷ്യൻസിലൊക്കെ നമുക്ക് x³ കോഎഫിഷ്യൻ അറിയാം, ദാറ്റ് ഈസ് 18. സോ x³ കോഎഫിഷ്യൻ 18 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത x³ കോഎഫിഷ്യൻസ് ആയിട്ട് ആരൊക്കെ വരാൻ? ഒന്ന് എക്സും x² മൾട്ടിപ്ലൈ x³ കോഎഫിഷ്യൻസ് ആവും. ഇയാൾ തൽക്കാലം എ എന്ന് വിളിക്കാം, ഇയാളുടെ വാല്യൂ എനിക്ക് അറിഞ്ഞൂടാ. ഇയാളുടെയും തൽക്കാലം ബി എന്ന് വിളിക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. സുഖമായിട്ട് എയുടെയും ആൽഫയുടെയും ബീറ്റയുടെ വാല്യൂ കിട്ടാൻ പറ്റും. അപ്പം x². അപ്പോൾ എന്താ കിട്ടാം? ഇവിടെ നിന്ന് x³ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇയാൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x³ വരും. അപ്പോൾ -a വരും. -a മൈനസ് x³ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇയാൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x³ ഏറ്റവും അത് -b വരും. സോ -b, അയ്യോ ഇങ്ങനെയല്ലോ, -b = 18. ദാറ്റ് മീൻസ് a + b = -18 എന്നുള്ളൊരു ഇൻഫോർമേഷൻ ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ എന്താ നമുക്ക് വേറെ അറിയുന്ന ഏതെങ്കിലും കോഎഫിഷ്യൻ്റ് ഉണ്ടോ? നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അറിയാം, റൈറ്റ്? കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമെന്ന് വെച്ചാൽ നമുക്ക് ഈ ആൽഫ പ്ലസ് ബീറ്റ ഇൻക്ലൂഡ് ചെയ്യുന്ന കോഎഫിഷ്യൻ കൂടി ആവണം. അതുമാത്രമല്ല നമുക്ക് അറിയുന്ന കോഎഫിഷ്യൻ കൂടി ആവണം. അപ്പോൾ 200x, അതാണ് 200 ആണ് എക്സിൻ്റെ കോഎഫിഷ്യൻ. ദാറ്റ് ഈസ് 200 = എക്സിൻ്റെ കോഎഫിഷ്യൻ ആരൊക്കെ വരുമ്പോഴാണ്? ഒന്ന് ഇയാൾ വെറും വാല്യൂ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഈസ് 62 മൈനസ് എ വരും, പിന്നെ പ്ലസ് എന്തെങ്കിലും വരുന്നുണ്ടോ വേറെ? ഇയാളും പിന്നെ ഇയാൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ വരും, ദാറ്റ് ഈസ് -32 into minus, that is +32 into alpha plus gamma, right? That is 30. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു ഇക്വേഷൻ ഇത്, പിന്നെ നേരത്തെ കിട്ടിയ ഇക്വേഷൻ ദാറ്റ് ഈസ് a + b = -18. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് a + bയുടെ വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ കിട്ടും. അതേപോലെ ഗാമ പ്ലസ് ഡെൽറ്റയുടെ വാല്യൂ കിട്ടും. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എന്താ ഉപയോഗം? നമുക്ക് എല്ലാ കോഎഫിഷ്യൻസിനും വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇനി x² കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ x² കോഎഫിഷ്യൻറ്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇക്വേഷൻ കൊണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആൽഫയുടെ വാല്യൂ ഇതാണെന്നാണ് പറയുന്നത്. ഓക്കെ, എൻട്രി ടേംസ്. ഓക്കെ, ഇതെല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ ഇതെന്താ സംഭവം? ആൽഫ എന്ന് പറഞ്ഞാൽ ഒന്ന് 1² + 4² + 8² + 13² ഇങ്ങനെ ഡാഷ്. ഇതൊന്നെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല അല്ലേ? ഒന്ന് വെറും 1 + 4 + 8 + 13 ആണെങ്കിൽ ഇവർ തമ്മിൽ 3, ഇവർ തമ്മിൽ 4, ഇവർ തമ്മിൽ 5. ഓക്കെ, അന്നേരം ഒരു AP ക്രിയേറ്റ് ആവുന്നുണ്ട് 3, 4, 5 എന്ന രീതിയിൽ. അന്നേരം നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ തൽക്കാലം എന്ത് ചെയ്യും? Tn = 1 + 4 + 8 + 13 ഡാഷ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്താൽ പോരെ? അതാണല്ലോ ഈ സംഭവം. ഓരോന്നിൻ്റെയും ഓരോ TNൻ്റെയും സ്ക്വയർ ചെയ്താൽ പോരെ? അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യും? ഇവരുടെ ഗ്യാപ്പ് ദാറ്റ് ഈസ് 3, 4, 5. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഏത് ടൈപ്പാണ്? ഒന്ന് ക്വാഡ്രാറ്റിക് ടൈപ്പാണ്. കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു AP ആണ് കിട്ടുന്നത്. അപ്പം Tn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് an² + bn + c എന്ന ടൈപ്പിലാണ് വരുന്നത്. ഓക്കെ, നമ്മൾ അറിയുന്നതാണ്. അങ്ങനെ നമ്മൾ T1 = a + b + c. അതിൻ്റെ വാല്യൂ എത്ര വരുന്നത്? എന്ന് പറഞ്ഞാൽ 1 ആണ്. അതേപോലെ T2യുടെ വാല്യൂ എത്ര വരുന്നത്? ദാറ്റ് ഈസ് 4a
പ്ലസ് 2b പ്ലസ് സി, അതിൻ്റെ വാല്യൂ എത്ര വരുന്നത് 4 ആണ്. നോക്കി 4 എന്നല്ലേ. അതേപോലെ T3യുടെ വാല്യൂ എത്ര വരുന്നത്? T3യുടെ വാല്യൂ 8 ആണ്. ദാറ്റ് ഈസ് 9a പ്ലസ് ഇവിടെ 3 കൊടുക്കുക കേട്ടോ, n സ്ക്വയറിൻ്റെ 9a പ്ലസ് 3b പ്ലസ് സി, അതിൻ്റെ വാല്യൂ 8 ആണ്. ഇവ രണ്ടാളും പിടിച്ച് മൈനസ് ചെയ്യാൻ ABC സോൾവ് ചെയ്യലാണ് പരിപാടി. ദാറ്റ് ഈസ് 3a പ്ലസ് b ഇസ് ഈക്വൽ ടു 3 ആൻഡ് ഇവിടെ നിന്ന് ഇവ രണ്ടാളും പിടിച്ച് മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 5a പ്ലസ് b ഇസ് ഈക്വൽ ടു 4. 2a ഇസ് ഈക്വൽ ടു 1, a ഇസ് ഈക്വൽ ടു 1/2. എയുടെ വാല്യൂ കിട്ടി. ബിയുടെ വാല്യൂ ആണെങ്കിൽ എങ്ങനെ കിട്ടും? ഇവിടെ കൊടുക്കുക. ദാറ്റ് ഈസ് b ഇസ് ഈക്വൽ ടു 3 മൈനസ് 3/2 ഇസ് ഈക്വൽ ടു 3/2. ഇനി സിയുടെ വാല്യൂ എങ്ങനെ കിട്ടും? സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ഈ ഇക്വേഷൻ നോക്കുക. ഈ ഇക്വേഷൻ സിയുടെ വാല്യൂ കണ്ടെത്താൻ പറ്റും. സിയുടെ വാല്യൂ -1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ nth ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? nth ടേം ഇസ് ഈക്വൽ ടു ഒന്ന് an സ്ക്വയർ, എയുടെ വാല്യൂ 1/2, സോ 1/2 n സ്ക്വയർ പ്ലസ് bn, ദാറ്റ് ഈസ് 3/2 n -1 സിയുടെ വാല്യൂ. ഓക്കെ, ഇതിനൊന്ന് കുറച്ചുകൂടി കമ്പാക്റ്റ് ആക്കാം. പക്ഷെ ഒന്ന് LCM ഒക്കെ കൊടുത്തിട്ട് ദാറ്റ് ഈസ് എത്രയാണ്? n സ്ക്വയർ പ്ലസ് 3n മൈനസ് 2/2. ഇനി ഇതിൻ്റെ ഹോൾ സ്ക്വയർ ആണ് ആക്ച്വൽ ആയിട്ടുള്ള ടേം, നമുക്ക് തന്നിട്ടുള്ള ടേം അതാണ് ആൽഫ. അല്ല, ഇതിൻ്റെ ഹോൾ സ്ക്വയർ എന്നല്ല, ഇതിൻ്റെ ഹോൾ സ്ക്വയർ ആണ് ഒരു ടേം എന്ന് പറയാൻ പറ്റും. ആ ഒരു ആൽഫയിൽ വരുന്ന ഒരു ടേം. ദാറ്റ് ഈസ് ഇക്വൽ ടു n സ്ക്വയർ പ്ലസ് 3n മൈനസ് 2, അതിൻ്റെ ഹോൾ സ്ക്വയർ -4 എന്ന് പറയാൻ പറ്റും. ഇനി ആൽഫ എന്ന് പറഞ്ഞാൽ ഇവരുടെ അഡീഷനാണ്. ദാറ്റ് ഈസ് ആൽഫ ഈസ് ഇക്വൽ ടു സമ്മേഷൻ ആണ്. ഇവരുടെ കംപ്ലീറ്റ് ഓരോ ടേംസിൻ്റെ സമ്മേഷൻ എത്ര അപ് ടു എത്ര ടേംസ്? 10 ടേംസ്. സോ അപ് ടു 10 ടേംസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈ 4 ലെഫ്റ്റോട്ട് കൊണ്ട് 4 ആൽഫ ആക്കാം. എന്നിട്ടോ n സ്ക്വയർ പ്ലസ് 3n മൈനസ് 2 ഹോൾ സ്ക്വയർ, അതിൻ്റെ സമ്മേഷൻ അപ് ടു n 1 മുതൽ 10 വരെ, റൈറ്റ്, ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ ദാറ്റ് ഈസ് n⁴ പ്ലസ് 9n സ്ക്വയർ മൈനസ് 4 പ്ലസ് 2 ഇൻറ്റു n സ്ക്വയർ ഇൻറ്റു ദാറ്റ് ഈസ് 6n ക്യൂബ്. 6n ക്യൂബ് മൈനസ് 4 3 12n മൈനസ് 2 2 4 4n സ്ക്വയർ. ഓക്കെ, കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ ഒന്നുകൂടി കമ്പാക്റ്റ് ആക്കാൻ n⁴ n സ്ക്വയർ വേറെ ഉണ്ട്. ദാറ്റ് ഈസ് പ്ലസ് 5n സ്ക്വയർ, 4 ഒന്നുമില്ല, പിന്നെ 6n ക്യൂബ് ഉള്ളൂ. 6n ക്യൂബ് ഉണ്ട്, പിന്നെ മൈനസ് 12n ഉണ്ട്, ഒരു -4 ഉണ്ട്. ഓക്കെ, ഇതാണ് 4 ആൽഫ. ഇനി 4 ആൽഫ മൈനസ് എന്താ ചോദിച്ചിട്ടില്ല, അതിൻ്റെ വാല്യൂ എടുത്താനാണ്, ബീറ്റ എടുത്താനാണ് പറഞ്ഞത്. സോ ബീറ്റ എന്തായിരുന്നു? ബീറ്റ എന്ന് പറഞ്ഞാൽ 1 മുതൽ n⁴ അതാണ്. ദാറ്റ് ഈസ് മൈനസ് ഇതിനൊക്കെ സമ്മേഷൻ ഉണ്ട് കേട്ടോ. എവിടെ നിന്ന് മുതൽ 1 മുതൽ 10 വരെ സമ്മേഷൻ ഉണ്ട്, ഇതിനൊക്കെ സമ്മേഷൻ ഉണ്ട്. സോ ഇത് സമ്മേഷൻ n 1 മുതൽ 10 വരെ n⁴. അപ്പോൾ ഇതും ക്യാൻസലായി. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം വാല്യൂ എടുത്താൽ മതി. ദാറ്റ് ഈസ് ഒരു ഇക്വേഷൻ, n സ്ക്വയറിൻ്റെ ഇക്വേഷൻ അപ് ടു n ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ n × n + 1 × 2n + 1/6ഉം n ക്യൂബിനാണ് n × n + 1/2 ഹോൾ സ്ക്വയറും മൈനസ് 12n അല്ല, സോ 12 ഇൻറ്റു n ഇൻറ്റു n + 1/2 മൈനസ് വെറും 4, ദാറ്റ് മീൻസ് 4n എന്ന രീതിയിൽ വരും. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ 10 കൊടുക്കാം. 10 അല്ല കൊടുക്കാൻ അപ് ടു 10 ടേംസ്. ഇതിൻ്റെ വാല്യൂ 10 കൊടുത്തു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാം? s = 5 + 7 + 13 31 അപ് ടു പോകുന്നുണ്ട്. എത്ര n ടേംസ് വരാം? അപ് ടു n ടേംസ്. ഇവ രണ്ടും തമ്മിൽ ഡിഫറൻസ് എത്ര? ദാറ്റ് ഈസ് 2. ഇവ രണ്ടും തമ്മിൽ 6. ഇവ രണ്ടാളും തമ്മിൽ ദാറ്റ് ഈസ് ഇവ രണ്ടും തമ്മിൽ 18 ആണ് ഡിഫറൻസ്. ഓക്കെ, ഓക്കെ, ഇതൊരു GP ടേമിലല്ല പോകുന്നത്. ആദ്യം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇതൊരു GP ആണ്. ഓക്കെ, ഇപ്പോൾ GP ആണെങ്കിൽ നമുക്ക് മെത്തേഡ് ഓഫ് ഡിഫറൻസ് അപ്ലൈ ചെയ്യാം. AP ആണെങ്കിൽ മെത്തേഡ് ഓഫ് ഡിഫറൻസ് അപ്ലൈ ചെയ്യാം. പക്ഷേ മെത്തേഡ് ഓഫ് ഡിഫറൻസ് അപ്ലൈ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫസ്റ്റ് ടൈം തന്നെ ഇങ്ങനെ ഒരു ഡിഫറൻസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് GP കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് ഫോർമുല ഉണ്ടാവുക? a⁻n + b എന്ന ഫോർമുലയായിരിക്കും nth ടേം ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ തൽക്കാലം നമുക്ക് മെത്തേഡ് ഓഫ് ഡിഫറൻസ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 5 + 7 + 13 + 31 - n ടേംസ്. ഓക്കെ, s = ഓരോ ടേം ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 5 + 7 + 13 + ഇത് tn ആക്കാം. സോ tn - 1, കാരണം ഇതിൻ്റെ മുമ്പിൽ tn - ആയി ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് പ്ലസ് tn. ഓക്കെ, ഇത് രണ്ടും മൈനസ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് 0. 5 + 2 + 6 + 2 + 6 + 18 + പോകുന്നുണ്ട്. എത്ര വരെ? ഇവിടെ നിന്നല്ലോ മൈനസ് തുടങ്ങുന്നത്. 0 ഒരു ടേമായിട്ട് കൂട്ടണ്ടല്ലോ. അപ്പം ഇങ്ങനെ പോയി ഇവിടം വരെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ തുടക്കം മുതലുള്ള n ടേംസാണ്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ടോട്ടൽ ടേംസ് എത്ര ഉണ്ട് ഇങ്ങനെ മനസ്സിലാക്കാം. ടോട്ടൽ ടേംസ് എങ്ങനെ മനസ്സിലാക്കുക വെച്ചാൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടേം എക്സ്ട്രാ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇനീഷ്യലി n ടേം ഉണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരു എക്സ്ട്രാ ടേം ഉണ്ടായെന്ന് വിചാരിക്കുക. n+1 ടേംസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ ഇവിടെ ഉണ്ടാവുമെന്ന് വെച്ചാൽ n+1 ടേംസ് ആണ്. ഓക്കെ, ഇവിടെ ഒരു Tn-1 ഉണ്ട് പ്ലസ് Tn ഉണ്ട്. ഓക്കെ, പ്ലസ് അല്ല മൈനസ് ചെയ്യുന്ന സമയത്ത് -Tn ഉണ്ട്. അതായത് മൈനസ് അല്ല, ഇതിങ്ങനെ മൈനസ് ചെയ്ത് ഇത് മൈനസ് ചെയ്ത്. ഓക്കെ, ഒരു എക്സ്ട്രാ ടോട്ടൽ n+1 ടേംസ് ഉണ്ട്. രണ്ടെണ്ണം കുറക്കുക, ഈ ടേം കുറക്കുക, ഈ ടേമും കുറക്കുക. ദാറ്റ് ഈസ് ഹൗ മച്ച് ടേംസ്? n-1 ടേംസ്. അപ്പോൾ ഈ ഏരിയയിൽ n-1 ടേംസ് ഉണ്ടെന്ന് കാര്യം മനസ്സിലാക്കാം. Tn ഇങ്ങോട്ട് കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇതൊരു GP ആണ്. GPയുടെ n ടേംസ് വരെയുള്ള സം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം ഇൻറ്റു കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് 3n-1 ഡിവൈഡഡ് ബൈ 2 കട്ടായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 3n-1 ഓക്കെ, ഇത് Tn ടേം. പക്ഷേ നമുക്ക് സമ്മേഷനാണ് നടത്താൻ പറഞ്ഞാൽ സമ്മേഷൻ. സോ സമ്മേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എന്ന് പറഞ്ഞാൽ 5n വരും പ്ലസ് സമ്മേഷൻ n1 മുതൽ n വരെ ദാറ്റ് ഈസ് 3n-1 മൈനസ് n ദാറ്റ് ഈസ് ഈക്വൽ ടു 4n പ്ലസ് ഇതെങ്ങനെയാണ് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. ഒന്ന് 1 ഔട്ട് കൊടുത്താൽ ദാറ്റ് ഈസ് 3/0 ദാറ്റ് ഈസ് 1 പ്ലസ് 2 ഇട്ട് കൊടുക്കുക ദാറ്റ് ഈസ് 3 പ്ലസ് 9 ഡാഷ് അപ് ടു n ടേംസ്. അപ്പോൾ n ടേംസ് വരെ ഇതൊരു വീണ്ടും ഒരു GP ആണല്ലോ, ഇതൊരു GP തന്നെയാണ്. വീണ്ടും GP ആവുന്ന സമയത്ത് എത്രയോ ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് 3. സോ 3/n ടേംസ് ഉണ്ട്. അപ് ടു n ടേംസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് n-1 ഡിവൈഡ് ബൈ 2. സോ ഇതാണ് നമ്മുടെ ഉത്തരം. നേരത്തെ പറഞ്ഞ ഒബ്സർവേഷൻ ആണ്. ഒരു fnth ടേം ഉണ്ട്. ഓക്കെ, അതൊരു ഈ ടൈപ്പിലാണ് ar⁻n പ്ലസ് ബി. ഇതൊരു പോളിനോമിയൽ വിത്ത് ഡിഗ്രി 0 -1 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു എന്താണ് ഈ കിട്ടിയ ടേം എന്താ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് n 1 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ കിട്ടിയ ടേം എന്ന് പറഞ്ഞാൽ അതൊരു GP ആണ്. ദാറ്റ് മീൻസ് എന്താണ്, നമുക്ക് ഇതുവരെ -8 ഉണ്ടെങ്കിൽ പെട്ടെന്ന് GP കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പറഞ്ഞ nth ടേം എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഫോർമുല ഉണ്ടാവുന്ന കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ഫോർമുലയാണ് ഉണ്ടാവും ആ ഒരു nth ടേം. ഓക്കെ, ഇനി എന്താണ് ഒരു പ്രാവശ്യം മൈനസ് ചെയ്ത് അപ്പോൾ എന്തോ ഒരു പർട്ടിക്കുലർ എന്തോ ഒരു ടേം കിട്ടി. ഓക്കെ, ഒന്നുകൂടി fn-1 ഇത് gn-1 അപ്പോൾ fn-1 ഒന്നുകൂടി മൈനസ് ചെയ്തപ്പോൾ ഒരു GP കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ 2 പ്രാവശ്യം മൈനസ് ചെയ്തിട്ട് ഒരു GP കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അയാൾ a⁻n പ്ലസ് ഇപ്രാവശ്യം ഒരു ക്വാഡ്രാറ്റിക് അല്ല ലീനിയർ bn പ്ലസ് c എന്ന ഫോർമാറ്റിലാണ് ഉണ്ടാവാന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അതേ ക്വസ്റ്റ്യൻ ആ രീതിയിലും സോൾവ് ചെയ്യാൻ പറ്റും. എന്താ കാരണം വെച്ചാൽ nth ടേം കിട്ടാനുള്ള മെത്തേഡ് അറിയാലോ. nth ടേം കിട്ടാനുള്ള മെത്തേഡ് T1 കൊടുക്കുക, T2 കൊടുക്കുക, T3 കൊടുക്കുക. അപ്പോൾ എയും ബി സിയുടെ വാല്യൂ കിട്ടും. എന്നിട്ട് അതിന് സമ്മേഷൻ കൊടുത്തതിന് ഉത്തരം കിട്ടും. അടുത്ത ടെലിസ്കോപ്പിക് സീരീസ് ആണ്. ഇപ്പോൾ ടെലിസ്കോപ്പിക് സീരീസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ ആദ്യം ടെലിസ്കോപ്പിക് സീരീസ് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഐഡിയ വെച്ചാൽ 1 ഡിവൈഡ് ബൈ എന്ന ടേമിലായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ ടേം ആയിരിക്കും. ഇങ്ങനെ അടുപ്പിച്ച് കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും. അധികം കേസസിൽ അടുപ്പിച്ച് നമ്പേഴ്സ്. പല ടൈപ്പ് ടെലിസ്കോപ്പിംഗ് സീരീസ് ഉണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് മനസ്സിലാവാൻ. പക്ഷേ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് അടുത്തടുത്തുള്ള കോമൺ ഡിഫറൻസ് a+d, പിന്നെ അടുത്തത് a+2d. അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് എത്ര d അങ്ങനെ a+3d. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താണ് ഒരു ടെലിസ്കോപ്പിക് സീരീസ് ഒറ്റടി കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാൻ, നമ്മൾ ഈ മുകളിലത്തെ സാധനം ഇങ്ങനെ ബാക്കത്തെ സാധനം മൈനസ് ബാക്കത്തെ സാധനം ഇങ്ങനെ ഇത്തരത്തിലുള്ള സാധനത്തിന് നമ്മൾക്കും കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് അടുത്തടുത്തുള്ള സാധനങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ. അടുത്തടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെയിം കോമൺ ഡിഫറൻസിൽ പോയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ ഇതൊന്ന് ഇവിടെ കൊടുത്ത് ഈ ക്വസ്റ്റ്യൻ്റെ എങ്ങനെ ഉത്തരം സാറ് കണ്ടെത്തുന്ന നോക്കിയോ. എന്താണ് ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ടെലിസ്കോപ്പിക് സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ടെലിസ്കോപ്പിക് സീരീസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ആദ്യം ഒരു ടെലിസ്കോപ്പിക് സീരീസിൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണമെങ്കിൽ ഡിവൈഡഡിൽ എന്താണ് ഡിനോമിനേറ്റർ ഡിയിൽ കുറേ ഇതുപോലത്തെ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യം nth ടേം എടുത്താൽ പഠിക്കാം. Tn എന്ന് പറഞ്ഞാൽ എല്ലാം 1 അപ്പം ഫസ്റ്റ് 1 ആണ്. ഓക്കെ, പിന്നെ n1 ആണെങ്കിൽ 1 പിന്നെ 2 പിന്നെ 3. ദാറ്റ് മീൻസ് ഇവിടെ 1 വേണ്ടത് വേണ്ടത്. കാരണം T1th ടേമിൽ ഇവിടെ 1 ഉണ്ടാവും, T2th ടേമിൽ ഇവിടെ 2 ഉണ്ടാവും. അടുത്തത് എന്താ ഓരോന്ന് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ദാറ്റ് ഈസ് n+1 n+2 n+3. ഓക്കെ, ഇതാണ് നമ്മുടെ nth ടേം, ജനറൽ ആയിട്ടുള്ള nth. ഈ രീതിയിൽ ബാക്കത്തെ ടേം മൈനസ് ഈ ടേം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും പോവും. അന്നേരം അത് പോയാൽ കുഴപ്പമില്ല, കാരണം ബാക്കി സാധനങ്ങൾ കണ്ടിന്യൂഡ് പ്രൊഡക്റ്റിലാണുള്ളത്. അങ്ങനെ ആ സമയത്ത് പോകുന്ന സമയത്ത് ദാറ്റ് ഈസ് n × n+1 × n+2. ഓക്കെ, -1 ഡിവൈഡ് ബൈ n+1 × n+2 × n+3. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടെലിസ്കോപ്പിംഗ് സീരീസിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. n+3 വേണോ? വേണ്ട, അത് വേണം. ഓക്കെ, ഫൈൻ. ഇനി എന്ത് ചെയ്യാം? T1 എത്താം. നമ്മളോട് എടുത്താൽ പറഞ്ഞാൽ എന്താ
അപ് ടു n ടേംസിൻ്റെ സമ്മാണ്. ദാറ്റ് മീൻസ് T1 ആണ്. അപ്പോൾ T1 കൊടുക്കാം 1/3, ദാറ്റ് ഈസ് 1/1 ഇൻറ്റു 2 ഇൻറ്റു 3 മൈനസ് 1/2 ഇൻറ്റു 3 ഇൻറ്റു 4. T2യുടെ വാല്യൂ എടുത്തത് ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 1/2 ഇൻറ്റു 3 ഇൻറ്റു 4 മൈനസ് 1/ കൊടുക്കുക. ദാറ്റ് ഈസ് 3 ഇൻറ്റു 4 ഇൻറ്റു 5. T3യുടെ വാല്യൂ എടുത്താൽ 1/3 ഇൻറ്റു 1/, ഇത്ര കൊടുക്കുക. ദാറ്റ് ഈസ് 3 ഇൻറ്റു 4 ഇൻറ്റു 5 മൈനസ് 1/, ഓരോ വാല്യൂസ് കൊടുക്കുക. 10ൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. ദാറ്റ് ഈസ് 4 ഇൻറ്റു 5 ഇൻറ്റു 6. അങ്ങനെ പോയി Tn വരെ വരും. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു 1/n ഇൻറ്റു n+1 ഇൻറ്റു n+2. ഓക്കെ, മൈനസ് 1/n+1 ഇൻറ്റു n+2 ഇൻറ്റു n+3. ഓൾറൈറ്റ്. ഓക്കെ, ഒന്ന് നോക്കി നോക്ക്. ഈ ടേം ക്യാൻസൽ ആവുന്നുണ്ട്. ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് നോക്ക്, ക്യാൻസൽ ആവില്ല. 1/3 ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നവർ ക്യാൻസൽ ആവും. ഈ ടേം ക്യാൻസൽ ആവുന്നുണ്ട്. അതേപോലെ ഈ ടേം ക്യാൻസൽ ആവും. കുറച്ച് അതിന് ഇങ്ങനെ പോയിട്ട് ഈ ടേം ക്യാൻസൽ. അപ്പോൾ ലാസ്റ്റ് ബാക്കി വരുന്ന സാധനം ഇവിടെ ഒരു 1/3 ഉണ്ട്. 1/3, അപ്പോൾ 1/3 കോമൺ എടുക്കാം. എന്താണ് ഫസ്റ്റത്തെ ടേം? ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 3 ദാറ്റ് ഈസ് 6 1/6 മൈനസ് 1/n+1 n+2 ഇൻറ്റു n+3 മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതാണ് SN. കാരണം ഓരോ Tn1 T2 അതെല്ലാം ആഡ് ചെയ്തിട്ട് ഇടുന്ന സാധനമാണ് ഇത്. അപ്പോൾ SN വിളിക്കാൻ പറ്റും. SN കിട്ടി നമുക്ക് ടെലിസ്കോപ്പിക് സീരീസിൻ്റെ ആഡ് ചെയ്ത് കിട്ടുന്ന സാധനം ഇതാണ്. ഓക്കെ, ഇനി ഇൻഫിനിറ്റി ടേംസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇൻഫിനിറ്റി ടേംസ് ആണ് n →∞ ആണെങ്കിൽ ഇവരൊക്കെ 0. പിന്നെ ബാക്കിയുള്ളത് SN = 1/18 ഉണ്ട്. 1/18 ഉണ്ടോ? 6 × 3 1/18 ആ രീതിയിൽ വരും. ടെലിസ്കോപ്പിംഗ് സീരീസ് എപ്പോഴും ഒരേപോലെ ഉണ്ടാവില്ല. മുകളിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും വരും. അപ്പോൾ നമുക്ക് ആദ്യം Tn നോക്കാം. Tn എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 3 പിന്നെ 4. ദാറ്റ് മീൻസ് 2 + 1 2 + 2 2 + 3. ദാറ്റ് മീൻസ് 2 + n ആണ് മുകളിലുള്ളത്. ദാറ്റ് ഈസ് n+2 എന്ന് എഴുതാം. കോമൺ ആയിട്ട് വരുന്നത് n+2. ഫസ്റ്റ് ടേം ആണെങ്കിൽ 3, സെക്കൻഡ് ടേം ആണെങ്കിൽ 4, തേർഡ് ടേം ആണെങ്കിൽ 5 ആ രീതിയിൽ. ഓക്കെ, ഡിവൈഡഡ് ബൈ അടിയിൽ എന്താണ്? അത് n തന്നെ. n ഇൻറ്റു n+1, കാരണം 2 അല്ല അടുത്തത്. പിന്നെ n+1 ആണെങ്കിൽ n+3. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോഡക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എന്ത് വേണം? n+2ൻ്റെ സാധനം കൂടി വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? n+2 മോൾ എന്തായാലും മൾട്ടിപ്ലൈ. ദാറ്റ് ഈസ് n+2² ഇൻറ്റു n ഇൻറ്റു n+1 ഇൻറ്റു n+2 ഇൻറ്റു n+3. അപ്പോൾ ഇതൊരു ടെലിസ്കോപ്പിംഗ് സീരീസ് ആയിട്ടില്ല, കാരണം മോഡ് കോൺസ്റ്റൻറ്റ് ടേം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? n² പ്ലസ് ടെലിസ്കോപ്പിംഗ് സീരീസ് ആണെങ്കിൽ ഡയറക്റ്റ് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആ രീതി ചെയ്യാൻ പറ്റും. സോ n² മൈനസ് പ്ലസ് 4n പ്ലസ് 4 ഹോൾ ഡിവൈഡ് ബൈ n ഇൻറ്റു n+1 ഇൻറ്റു n+2 ഇൻറ്റു n+3. ഇനിയുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡൗട്ടാവുന്ന മെത്തേഡാണ്. ഇനി എന്താ ചെയ്യുക? ടെലിസ്കോപ്പിംഗ് സീരീസിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ മുകളിലുള്ള സാധനം താഴെയുള്ളാക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ദിവസത്തിൽ താഴെയുള്ള സാധനങ്ങൾ മുകളിൽ എന്ന രീതിയിൽ ആക്കേണ്ടി വരും. അങ്ങനെ കുറേ വേരിയേഷൻസ് വരുന്നുണ്ട്. സംഭവിച്ചു കഴിഞ്ഞാൽ ടെലിസ്കോപ്പിംഗ് സീരീസ് എപ്പോഴും ഒരേ ടൈപ്പ് രീതിയിലാവണമെന്നില്ല. ചിലതൊക്കെ താഴെയുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും, എന്നിട്ട് മൈനസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മുകളിലുള്ള സാധനം എന്തെങ്കിലും ചെയ്യേണ്ടി വരും, എന്നാൽ താഴെയുള്ള സാധനങ്ങളൊക്കെ കട്ടാവുന്ന രീതിയിൽ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? മുകളിലുള്ള സാധനത്തിന് n ഇൻറ്റു n+1 ദാറ്റ് ഈസ് n² പ്ലസ് n, റൈറ്റ്. അപ്പോൾ എന്താ n² പ്ലസ് n ഉണ്ട്. അപ്പോൾ 3n വേണം. പിന്നെ ഒരു ഇവിടെ n ഉണ്ട്. അപ്പോൾ 3n + 4 എന്ന് പറഞ്ഞ സാധനം വേണം. ഓക്കെ, ഇത് തന്നെയല്ല മുകളിലുള്ള സാധനം ഞാൻ മാറ്റി എഴുതിയെന്നുള്ളൂ. ഓക്കെ, n ഇൻറ്റു n+1 ഇൻറ്റു n+2 ഇൻറ്റു n+3. ഓക്കെ, ഇവിടെ എന്താ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ n ഇൻറ്റു n+1 എന്ന് പറഞ്ഞാൽ സൈഡിലുള്ള സാധനങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, കണ്ടിന്യൂഡ് പ്രൊഡക്റ്റിനെ കിട്ടും. സോ ആ ടേംസിലായിട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് Tn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു ഡിവൈഡ് ചെയ്യാം. അപ്പോൾ n പോയി. അപ്പോൾ 1 / n+2 ഇൻറ്റു n+3 എന്ന് പറയാൻ പറ്റും. പ്ലസ് 3 ഇൻറ്റു 1 / n പോയി. സോ n+1 ഇപ്പം കണ്ടിന്യൂഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. n+2 ഇൻറ്റു n+3 പ്ലസ് 4 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n+1 ഇൻറ്റു n+2 ഇൻറ്റു n+3. അപ്പോൾ ഇതൊരു ടെലിസ്കോപ്പിക് സീരീസ് കണ്ടെത്തിരും. മുകളിൽ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ താഴെ കണ്ടിന്യൂഡ് പ്രൊഡക്റ്റ് ഒറ്റയടിക്ക് ടെലിസ്കോപ്പിക് സീരീസ് ആണ് തിരിയും. ടെലിസ്കോപ്പിക് സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? മുകളിൽ മൈനസ് താഴെ എന്ന രീതിയിൽ. ദാറ്റ് ഈസ് n+3 മൈനസ് ഇവിടെ എന്താ വേണ്ടത്? n+3 മൈനസ് n+2. അപ്പോൾ എത്ര കിട്ടും? n ക്യാൻസൽ 1 കിട്ടും. അപ്പോൾ കറക്റ്റാണ്. ഹോൾ ഡിവൈഡ് ബൈ n+. ഇവിടെ അതേ പരിപാടി ചെയ്യാം. ഇത് മൈനസ് ഇത് ദാറ്റ് ഈസ് n+3 മൈനസ്. അപ്പോൾ 2 എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ 3/2. അവിടെ 3 ഓക്കെ കറക്റ്റ്. 2 എക്സ്ട്രാ വരും. മുകളിൽ 2 വരും. പക്ഷേ മുകളിൽ ആക്ച്വലി 2 ഇല്ല. അപ്പോൾ അതിനെ കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി താഴെ ഡിവൈഡ് ചെയ്യും 2 കൊണ്ട്. ഓക്കെ, 1 ഡിവൈഡ് ബൈ എന്നല്ല, ഇതൊന്ന് എഴുതാം, നേരെ എഴുതാം. ദാറ്റ് ഈസ് n+3 മൈനസ് n+2 n+1.
ഓക്കെ ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 എൻ പ്ലസ് 2 എൻ പ്ലസ് 3 റൈറ്റ്. അടുത്ത ടേമിലും ഇതേ പരിപാടി ചെയ്യാം. 4 എൻ പ്ലസ് 2 മൈനസ് എൻ ദാറ്റ് ഈസ് എൻ പ്ലസ് 2 മൈനസ് എൻ 2 ഒരു എക്സ്ട്രാ സാധനം വരും. 2 എക്സ്ട്രാ സാധനം വരുന്നതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു എൻ പ്ലസ് 2 ഇൻറ്റു എൻ പ്ലസ് 3 റൈറ്റ്. അപ്പോൾ ഇവിടെ 3 ആണ് വേണ്ടത്. എൻ പ്ലസ് 3 മൈനസ് ലാസ്റ്റ് ടേം, കാരണം ഇത് കണ്ടിന്യൂ പ്രൊഡക്റ്റ് കിട്ടണം. സോ എൻ പ്ലസ് 3 മൈനസ് എൻ, അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ 3 ആണ് എക്സ്ട്രാ വരാൻ. അപ്പോൾ 3 എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ താഴെ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ പിന്നെ ഓരോന്ന് ഇത് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ താഴോട്ടേക്ക്. ദാറ്റ് ഈസ് എൻ പ്ലസ് 3 ക്യാൻസൽ 1 ബൈ എൻ പ്ലസ് 2 മൈനസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 3 പ്ലസ് 3 by 2 into n plus 3 cancel. That means 1 divided by n plus 1 into n plus 2 right. ഇനി എന്താണല്ലോ അടുത്തത് പ്ലസ് 4 by 3 റൈറ്റ്. n plus 3 ക്യാൻസൽ ആവും. സോ 1 divided by n into n plus 1 into n plus 2 മൈനസ് n ക്യാൻസൽ. ദാറ്റ് ഈസ് 1 divided by n plus 1 into n plus 2 into n plus 3. ഇനി ഓരോന്ന് T1 T2 T3 ആണല്ലോ. അപ്പം കട്ടാവുന്ന പാറ്റേൺ മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് എസ് കിട്ടാൻ പറ്റും. ഓക്കെ ഇനി ഇതിൻ്റെ n ടേംസ് നമുക്ക് നോക്കാം. അപ്പോൾ n ടേംസ് ഇതിൻ്റെ സമ്മ് എന്തായാലും ടെലിസ്കോപ്പിക് സീരീസ് ടൈപ്പിൽ വരുന്നത് മനസ്സിലാവും. സോ n ടേംസിൻ്റെ സമ്മ എങ്ങനെ നടത്തും? ദാറ്റ് ഈസ് n മുകളിൽ n വേണ്ടത്, കാരണം 1 2 3 എന്ന് എഴുതി പോകുന്നുണ്ട്. താഴെ n ആണോ വരുന്നത്? അല്ല, എല്ലാം 1 2 3. ദാറ്റ് ഈസ് 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു ലാസ്റ്റ് ടേം എങ്ങനെയുള്ളത്? ഫസ്റ്റ് ടേം ആണെങ്കിൽ ദാറ്റ് ഈസ് ലാസ്റ്റ് ടേം 3 വരുന്നുണ്ട്. ഓക്കെ സോ n പ്ലസ് 2 എന്ന രീതിയിലല്ല, കാരണം 2 പ്ലസ് 1 2n പ്ലസ് 1. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2n പ്ലസ് 1 വരെ പോകും. ഓരോ പ്രാവശ്യം ഓരോന്ന് മൾട്ടിപ്ലൈ പോകുന്നുണ്ട് അല്ലേ? ഓക്കെ ശരി. ഇനി ഇത് ചെയ്യണ്ടേ? ഇത് ഓൾറെഡി ഒരു ടെലിസ്കോപ്പിക് സീരീസ് ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്ത് 2n പ്ലസ് 1 മൈനസ് n 2n പ്ലസ് 1 മൈനസ് n. നമുക്കൊരു ഡൗട്ട് ഉണ്ട്, ഇവിടെ n ഉണ്ടല്ലോ, അപ്പോൾ n അങ്ങനെ ഒഴിവാക്കി കിട്ടേണ്ടത്. അങ്ങനെയൊന്നുമില്ല. ചില ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ചെയ്യണം, ചില ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഓരോ രീതിയിലാണ്. നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ n ഒഴിവാക്കി കിട്ടുമെങ്കിൽ ഒഴിവാക്കി കിട്ടണം. ദാറ്റ് ഈസ് n വരുന്നുണ്ട് കറക്റ്റ് മുകളിലുള്ള സാധനം തന്നെ വരുന്നുണ്ട്. ഡിവൈഡ് ബൈ 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു ഡാഷ് ഡാഷ് 2n പ്ലസ് 1 റൈറ്റ്. ഇവിടെ നിന്ന് 2n മൈനസ് 1 കൂടി ഉണ്ട്, കാരണം രണ്ട് ഡിഫറൻസ് അല്ലേ ഉള്ളത്. 2n മൈനസ് 1 കറക്റ്റ്. ഓക്കെ അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു ഡാഷ് ഡാഷ് 2n മൈനസ് 1 വരും. മൈനസ് n ക്യാൻസൽ. ദാറ്റ് ഈസ് ഇവിടെ മൈനസ് ചെയ്യുന്ന എക്സ്ട്രാ ഒരു 2 വരുന്നുണ്ട്. സോ 1/2, കാരണം ഇവിടെ 2n മൈനസ് 2n ദാറ്റ് ഈസ് എന്താ ചെയ്യുന്നത് ഞാൻ? ഇവിടെ n അല്ല വേണ്ടത്, ഇവിടെ 1 ആണ് വേണ്ടത്. അതാണ് മിസ്റ്റേക്ക് പറ്റിയത്. 1 ഓക്കെ അപ്പോൾ കറക്റ്റാണ്. 1/2 മൈനസ് 1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു ഡാഷ് 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 2n മൈനസ് 1 2n പ്ലസ് 1 ഓൾ റൈറ്റ്. അപ്പോൾ ഓൾറെഡി കണ്ടിന്യൂഡ് പ്രോഡക്റ്റിലേക്ക് എത്തി. കറക്റ്റായിട്ട് വേണ്ട സാധനം പോലെ ആയിട്ടുണ്ട്. ഓൾ റൈറ്റ്. ഇനി ഒന്നും ചെയ്യേണ്ട, നമ്മൾ എന്ത് ചെയ്യുക? T1 കൊടുക്കാം, T2 കൊടുക്കാം. കാരണം എപ്പോഴാണ് ഇനി T1 T2 കൊടുക്കേണ്ട സമയം മനസ്സിലാവേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് എന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ 2n മൈനസ് 1 ലാസ്റ്റ് ടേം മൈനസ് 1 എന്ന രീതിയിൽ 2n മൈനസ് 2. അപ്പോൾ വേൾഡാണ് ഇവിടെ എന്നും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇനി T1 T2 കൊടുക്കേണ്ടി വരും. 1 ഇൻറ്റു 1 ആണെങ്കിൽ 2n മൈനസ് 1 അല്ല, അപ്പം 1 കൊടുക്കുക. ദാറ്റ് ഈസ് 2 മൈനസ് 1 അപ്പോൾ 1 ഡിവൈഡ് ബൈ 1 വരെ ഉള്ളൂ. മൈനസ് അടുത്തത് കൊടുക്കുക. ദാറ്റ് ഈസ് 1/3 വരും. അതിൽ ഓരോന്ന് കൊടുത്ത് n ടേംസ് വരെ. n ടേംസ് ഇൻഫിനിറ്റി വരെയാണോ? പറഞ്ഞിട്ടില്ല. പ്രോബ്ലം ഇൻഫിനിറ്റി വരെയാണെങ്കിൽ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും. ഓരോന്ന് ക്യാൻസലായി പോകും. ഓക്കെ അടുത്ത ഈ ക്വസ്റ്റ്യൻ ആണ് s = k 1 മുതൽ 2 വരെ. ഓക്കെ 100 വരെ ഉണ്ട്. നോട്ട് ദി സം ഓഫ് ദി ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീരീസ് ഹൂസ് ഫസ്റ്റ് ടേം ഈസ് k മൈനസ് 1. അപ്പം എസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് S1 ഉണ്ട്. ഫസ്റ്റ് GP ആണോ? GP ആണ്. സോ ഫസ്റ്റ് GP ഉണ്ട്, GP1 GP2 ഉണ്ട്, GP3 ഉണ്ട്. എത്ര പേരുണ്ട്? K1. അപ്പോൾ 100 GPകളുണ്ട്. ഇങ്ങനെ പോയി GP 100 വരെ ഉണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് k മൈനസ് 1. ദാറ്റ് ഈസ് ഇവിടുന്ന് 1 മൈനസ് 1 ദാറ്റ് ഈസ് 0 കിട്ടും. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ A ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 2 മൈനസ് 1 ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ
2 ഫാക്ടോറിയൽ. തേർഡ് ടേം ആണെങ്കിൽ 3. തേർഡ് ടേമിന് വേണ്ട നമുക്ക് 100 ടേം ഡയറക്റ്റ് പോയി നോക്കാം. ദാറ്റ് ഈസ് 100 ടേം ആണെങ്കിൽ k-1 ദാറ്റ് ഈസ് 99 upon 100 ഫാക്ടോറിയൽ. ഓക്കെ, കോമൺ റേഷ്യോ ഏത് ടേംസിലാണെങ്കിൽ കോമൺ റേഷ്യോ 1/k, ദാറ്റ് ഈസ് കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 വരും, 1/2 വരും, 1/3 വരും, ഡാഷ് 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 1/100 വരും. ഓക്കെ, എനിവേസ് എസ് കെ ഒരു ഏതെങ്കിലും ഒരു ടേം എസ് കെ എന്ന് പറഞ്ഞാൽ എസ് കെ ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും k-1. എസ് കെ ഇൻഫൈനൈറ്റ് സീരീസിൻ്റെ ജി പി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെ എസ് കെ ആണെങ്കിൽ ദാറ്റ് ഈസ് k-1 upon k ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് k-1 upon k ഫാക്ടോറിയൽ a divided by 1 - r എന്നല്ല. സോ 1 - കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/k ആണ്. സോ 1/k is equal to k-1 upon k ഫാക്ടോറിയൽ ഇൻറ്റു k-1 upon k ഫാക്ടോറിയൽ കട്ടായി, k-1 കട്ടായി. അപ്പോൾ കട്ടായത് ശ്രദ്ധിക്കണം. ആദ്യം നോക്കട്ടെ, k divided by k ഫാക്ടോറിയൽ. അപ്പോൾ എന്ത് ചെയ്യാം, k divided by k ഇൻറ്റു k-1 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. കാരണം 5 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാൻ പറ്റും, 5 × 4 ഫാക്ടോറിയൽ എഴുതി കൂടെ 5 ഫാക്ടോറിയൽ എഴുതാൻ പറ്റും. ആ രീതിയിൽ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. k കട്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് കെ എന്ന് പറഞ്ഞ ജനറൽ ടേമിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 1 divided by കുറച്ച് സിംപ്ലിഫൈ ചെയ്യുന്ന പരിപാടി സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ തന്നെ വേണം ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ലെങ്തി ആവും, പക്ഷേ സിംപ്ലിഫൈ ചെയ്യാം. 1 - k-1 ഫാക്ടോറിയൽ എന്ന ടേമിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി കെയുടെ വാല്യൂ 1 ആവാൻ പാടില്ല, കാരണം നമ്മൾ ഓൾറെഡി കട്ടാക്കി 1 ആയിക്കഴിഞ്ഞാൽ ഇവിടെ നോട്ട് ഡിഫൈൻഡ് ആവും. സോ നോട്ട് ഡിഫൈൻഡ് ആവുന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് S1. അതിൻ്റെ വാല്യൂ ഇത്ര കിട്ടാം, S1ൻ്റെ വാല്യൂ ഇത് നോക്ക്, ടേം 0 ദാറ്റ് മീൻസ് ഫസ്റ്റ് ടേം a divided by 1 - r എന്തായാലും അപ്പോൾ 0 ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് GP1ൻ്റെ ഇൻഫൈനൈറ്റ് സീരീസിൻ്റെ സം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0 ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ S1ൻ്റെ വാല്യൂ 0 ആണ്. എന്ന് വെച്ചാൽ കെയുടെ വാല്യൂ ഡയറക്റ്റ് 1 കൊടുക്കാൻ പാടില്ല, പക്ഷേ S1ൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെ വേറെ രീതിയിൽ കണ്ടെത്തി, പക്ഷേ 1 കൊടുക്കാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 1 കൊടുത്താൽ എന്താ കിട്ടുക, 1 divided by 0 ഫാക്ടോറിയൽ 1 എന്ന് കിട്ടാൻ. പക്ഷേ 0 എന്ന ആക്ച്വൽ വാല്യൂ, അതുകൊണ്ട് നമ്മൾ 1 കൊടുക്കാൻ പാടില്ല. ഇനി എന്താ കണ്ടെത്താൻ പറഞ്ഞത്, ഇയാളുടെ വാല്യൂ ആണ് കണ്ടെത്താൻ പറഞ്ഞത്. ദാറ്റ് ഈസ് എന്താണ്, k² - 3k + 1 k² - 3k + 1 ഇൻറ്റു എസ് കെ മോഡ് എവിടെ മുതൽ ഇടം വരെ n 1 മുതൽ 100. 1 കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, 1 കൊടുത്ത ഉത്തരം തെറ്റുന്നുണ്ട്. അപ്പോൾ 2 മുതൽ 100, കാരണം എന്താ 1 കൊടുത്തതിൻ്റെ സം എത്രയാണ് 0. സം 0 ആണെങ്കിൽ ഈ പറഞ്ഞ ടേമിൽ വാല്യൂ 0. അപ്പോൾ 2 മുതൽ 100 നടത്തിയാൽ 0 പ്ലസ് എന്ത് സാധനമായാലും ആ വാല്യൂ തന്നെ അല്ലേ. 2 മുതൽ 100 വരെ നടത്താം. ശരി, എന്തും ചെയ്യാൻ പറ്റും. എസ് കെയുടെ വാല്യൂ നമുക്കറിയാം, ദാറ്റ് ഈസ് k² - 3k + 1 ഇൻറ്റു എസ് കെയുടെ വാല്യൂ ദാറ്റ് ഈസ് 1 divided by k-1 ഫാക്ടോറിയൽ. ഇനി എന്തെങ്കിലും കട്ടാവുന്നിട്ട് സിംപ്ലിഫൈ ആണ്, അല്ലാണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യൽ വളരെ മെനക്കെടാണ്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യൽ പരിപാടീസാണ്. അപ്പോൾ എന്ത് ചെയ്യുക, k-1 ഇൻറ്റു k-2 ഓക്കെ ഇൻറ്റു k-3 ഫാക്ടോറിയൽ എന്ന ഫോർമാറ്റിൽ എഴുതിയ കുഴപ്പം. ഓക്കെ, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ സാധനം വരുന്നുണ്ടോ എന്നൊരു സംശയം. സോ k² - 2k പ്ലസ് ദാറ്റ് ഈസ് -3k + 2 ആണ്. അപ്പോൾ ഇവിടെ ഒരു 1 ഒരു +1 കൂടി വേണം, -1 കൂടി വേണം, റൈറ്റ്. ഒരു +1 വേണം, -1 വേണം. അപ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടാൻ, ഇതിനെ എഴുതുമ്പോൾ k-1 k-2 പോകും. ദാറ്റ് ഈസ് 1 divided by k-3 ഫാക്ടോറിയൽ മാത്രം വരും. ഓക്കെ, -E1 ഡിവൈഡ് ബൈ എന്തൊക്കെയാണ് പോകാൻ, അടിയിലെ സ്ഥാനം k-1 ഫാക്ടോറിയൽ തന്നെ എഴുതുന്ന ലാഭം. എന്നിട്ട് കുറച്ചുകൂടി സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എവിടെ മുതൽ ഇടം വരെ n 2 മുതൽ 100 വരെ. പക്ഷേ ഇവിടെയാണ് ഇനി ഒരു ട്വിസ്റ്റ് വരുന്നത്. ട്വിസ്റ്റ് എന്താ, 2യുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നോക്കി നോക്കി മൈനസ് ഫാക്ടോറിയൽ വരുന്നത്. അപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്തോ മണ്ടത്തര അല്ലേ, -2 ഫാക്ടോറിയൽ എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, 2യുടെ വാല്യൂ ആക്ച്വലി കൊടുത്താൽ എന്തായിരുന്നു വാല്യൂ വരാൻ, 2യുടെ വാല്യൂ ആക്ച്വലി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കി നോക്കി ഇത് പറഞ്ഞാൽ ദാറ്റ് ഈസ് k-1 ഇൻറ്റു k-2 ആണ്. +1 ഉണ്ട്, -1 ഉണ്ട്. ഓക്കെ, -1 ആ സംഭവത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കെയുടെ വാല്യൂ 2 കൊടുത്തതിന് 0. അപ്പോൾ കെയുടെ വാല്യൂ 2 കൊടുത്തതിന് 0. സോ -1 divided by k-1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ടേം മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ നമ്മൾ എന്താണ്, കെയുടെ വാല്യൂ 2 കൊടുക്കാൻ ഇവിടെ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കെയുടെ വാല്യൂ 3 മുതൽ തുടങ്ങും. അപ്പോൾ കെയുടെ വാല്യൂ 2ൽ എന്താ വാല്യൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര -1 divided by k-1 ഫാക്ടോറിയലാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ടേം 1 ടേം 2 ടേം 3 ഓരോന്നും കൊടുക്കാൻ, വാല്യൂസ് കൊടുക്കാൻ, എന്നിട്ട് ഓരോന്നിനും ആഡ് ചെയ്യുക. ടേം 3 മുതൽ കൊടുക്കുക. ടേം 2യുടെ വാല്യൂ എത്രയാണ്, ദാറ്റ് ഈസ് -1 divided by k-1 ഫാക്ടോറിയൽ. അതിൻ്റെ മോഡ് എത്ര വെച്ചാൽ 1 divided by k-1 ഫാക്ടോറിയൽ തന്നെ. ഓക്കെ, സോ 1 divided by 0 -1 divided by k-1 ഫാക്ടോറിയൽ
അടുത്ത ഓരോ ടേം 2 ടേം 3 ടേം 4 കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ടെലിസ്കോപ്പിക് സീരീസാണ് കട്ടാണ്ടൊക്കെ കട്ടാവുന്നുണ്ട്. ലാസ്റ്റിലെ ടേം മാത്രം ബാക്കി വരും. ലാസ്റ്റിലെ ടേം കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 1 1 3 3 മൈനസ് 1/99 ഫാക്ടോറിയൽ. 99 ഫാക്ടോറിയലും 98 ഫാക്ടോറിയലിന് ഇങ്ങോട്ടേക്കാണ് വേണ്ട. അപ്പോൾ 98 ഫാക്ടോറിയലും ബാക്കിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക നോർമലായിട്ട് ചെയ്യുന്ന പോലെ ഒന്ന് നോർമലായിട്ട് കുറച്ച് മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഈ സാധനമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ സാധനമായിട്ട് എന്താണ് ഒരു ബന്ധമുള്ള സാധനങ്ങളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തായാലും കട്ടായി പോകും. ലാസ്റ്റ് ഉത്തരം കിട്ടും. ഓക്കെ.